എക്സൈറ്റഡ് ആയിരിക്കും. കുറെ അധികം ടൊവിനോ, എന്താണ് നെസ്ലിന്, അങ്ങനെ സൗബിന്, ശ്രീനാഥ് ബാസി, ഷറഫുദ്ദീൻ, കുറെ അധികം താരനിരകളുള്ള പടമാണ്. അപ്പൊ അതിന്റെ എക്സൈറ്റ്മെന്റ് ഭയങ്കരമാണ്. സ്പോയിലർ അല്ലാത്ത രീതിയിൽ പറഞ്ഞാൽ മതി. ഈശ തൂക്കിയതാണ് എല്ലാവരും പറയണത്. ഭയങ്കര ഗംഭീരമായി എന്നൊക്കെ പറയുന്നുണ്ട്. എങ്ങനെയുണ്ട് പ്രേക്ഷകരെ കണ്ടപ്പോൾ? കാരണം നമ്മൾ ചെയ്ത സിനിമയെ കുറിച്ച് നമ്മൾ തന്നെ അഭിപ്രായം പറയുമ്പോൾ സുഖമില്ലല്ലോ അല്ലേ? അപ്പം കണ്ട പ്രേക്ഷകരെ എസ്പെഷ്യലി മീഡിയയിൽ നിന്ന് ഇത്രയും പേര് നിങ്ങൾ വന്ന് ഒരുപാട് നന്ദിയുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളാണ് ഈ സിനിമയെ കുറിച്ച്, കാരണം എപ്പോഴും നിങ്ങൾ ഫോൺ ഇങ്ങോട്ട് തിരിച്ച് നമ്മളുടെ എനിക്കിപ്പോ ഇത്തവണ എനിക്ക് നിങ്ങളെ ഷൂട്ട് ചെയ്യണമെന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം പറയണേ. സോഷ്യൽ മീഡിയയിൽ സോഷ്യൽ മീഡിയയിൽ കുറച്ച് പറയണേ, സോഷ്യൽ മീഡിയയിൽ ഇത്രയും കുറെ പരിഹാസങ്ങളൊക്കെ കേട്ട് ഈ കാലഘട്ടത്തിൽ കുറച്ച് റീസെന്റ്. അപ്പൊ അതിനുള്ളൊരു അസൽ മറുപടിയാണ് രജിഷ വിജയന്റെ ഈ പടം. അത് പടം തിയേറ്ററിൽ പോയി 27 എല്ലാവരും പോയി കാണാം. പോരെ ഇനി രജിഷ വിജയന്റെ എങ്ങനെ ഹാപ്പിനെസ് ഷെയർ ചെയ്യും? അടിപൊളിയായിരുന്നു രജിഷ വിജയൻ, അടിപൊളിയായിരുന്നു. സിനിമ ഓൾറെഡി കിഷാന്റെ പടമല്ലേ? കിഷാനിന്റെ ഓഡിയൻസ് ഉണ്ട്. രജിഷ ഇതില് ഇപ്പൊ നമ്മൾ ഈ പടം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ ഐറ്റം ഡാൻസിനെ പറ്റിയും ബാക്കി ഒരുപാട് സൈബർ ബുള്ളിംഗ് ഒക്കെ ഉണ്ട്. പക്ഷെ അത് എന്തിനാണെന്നും അതിന്റെ ഉത്തരം എല്ലാം ഈ സിനിമയിൽ രജിഷ പറയുന്നുണ്ട് അവസാന സമയത്ത്. എങ്ങനെയാ അതിനൊരു ഉത്തരം കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു? കാരണം എനിക്കറിയുന്ന സിനിമയിൽ, കാരണം ഒരു സിനിമ നമ്മൾ ചെയ്യാൻ പല കാരണങ്ങളും ഉണ്ടാവുമല്ലോ. ചെയ്യില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ മാറ്റി ചിന്തിക്കാനുള്ള റൈറ്റ് എല്ലാവർക്കും ഉണ്ട്. അതുകൂടാതെ മാറ്റി ചിന്തിക്കാനുള്ള ഒരു കാരണം ഈ സിനിമയിലുണ്ട്. അതിപ്പോൾ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന പോലെ നാളെ ആരുടെയൊക്കെ മനസ്സിൽ ഈ ചോദ്യം വന്നോ, സ്വാഭാവികമാണ് ആ ചോദ്യം വരിക എന്നുള്ളത്. അതിനുള്ള ഉത്തരം ഈ സിനിമയിലുണ്ട്. ഒരു ആക്ട്രസ് എന്ന നിലയിൽ ആ കോടതിയിൽ ലാസ്റ്റ് വരുന്ന കുറെ സ്റ്റേറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഭയങ്കര സ്പോയിലർ ഇപ്പോഴേ അല്ല, സ്പോയിലർ അല്ല, അത് ഭയങ്കര ഇമോഷണൽ ആയിട്ടാണല്ലോ പറഞ്ഞത്. അത് ഭയങ്കരമായിരുന്ന ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. എങ്ങനെ ഉണ്ടായിരുന്നു? ഫ്രണ്ട്സ് ഒക്കെ കണ്ടിട്ട് എന്തൊക്കെ ഷെയർ ചെയ്ത്? ഫ്രണ്ട്സും മോർ ദാൻ ഫ്രണ്ട്സ്, എനിക്ക് തോന്നുന്നു ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ഒരുപാട് പേര്, ഒരുപാട് വലിയ ടെക്നീഷ്യൻസ്, ആക്ടേഴ്സ്, പിന്നെ നമുക്കറിയുന്ന സിനിമയായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരുപാട് പേര്. അപ്പം പല ഓഡിയൻസിന്റെ കൂടെ ഇത് കാണുമ്പോൾ ആണല്ലോ നമുക്ക് അതിനൊരു പൾസ് അറിയാൻ പറ്റുന്നത്. എന്നാൽ പോലും മറ്റന്നാളേക്ക് സിനിമ ഇറങ്ങി ഓഡിയൻസ് ആണ് ഇത് ശരിക്കും തീരുമാനിക്കേണ്ടത്. ഇന്ന് പക്ഷേ ഇപ്പം കുറച്ച് നല്ല വാക്കുകളും ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു ആശ്വാസമുണ്ട്. ടെൻഷൻ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. ബാക്കി മറ്റന്നാൾ ഇല്ല, അത് പ്രിവ്യൂ അല്ലേ, വന്നിട്ടില്ല. ഇപ്പൊ ഭയങ്കര സന്തോഷത്തിലാണ് നിൽക്കണേ. ഭയങ്കര കാര്യങ്ങൾ ഫണ്ണ് അല്ലെങ്കിൽ ഇമോഷണൽ രീതിയിലുള്ള സിനിമയാണിത്. പക്ഷെ ഞാൻ ഇനി മലയാളികൾ കാത്തിരിക്കുന്ന രണ്ട് വലിയ പ്രൊജക്റ്റിൽ ഭാഗമാണ്. ഒന്ന് അമൽനീര് പടം, മറ്റൊന്ന് കാട്ടാളൻ. അതിനെ കുറിച്ച് നിലവിൽ പറയാൻ പറ്റുന്നത് എന്താണ്? അതിനെ കുറിച്ച് നമുക്ക് അതിന്റെ പരിപാടി അല്ല, സ്പോയിലർ അല്ലാത്ത രീതിയിൽ അതിനെ കുറിച്ച് ആ സമയത്ത് പറയാം. ഇപ്പൊ നമുക്ക് മസ്തിഷ്ക മരണത്തെ കുറിച്ച് പറയാം. അല്ല, ആളുകൾ കാത്തുതിരിക്കണില്ലേ? അമൽനീര പടത്തിൽ ഗണ്ണൊക്കെ പിടിച്ചിട്ട് രജിഷ വിജയന്റെ ഒരു ഫൈറ്റോ അങ്ങനത്തെ എന്തെങ്കിലും ഫാന്റസി അല്ലേ? കുറെ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. കുറെ അധികം ടൊവിനോ, എന്താണ് നെസ്ലിന്, അങ്ങനെ സൗബിന്, ശ്രീനാഥ് ബാസി, ഷറഫുദ്ദീൻ, കുറെ അധികം താരനിരകളുള്ള പടമാണ്. അപ്പൊ അതിന്റെ എക്സൈറ്റ്മെന്റ് ഭയങ്കരമാണ്. സ്പോയിലർ അല്ലാത്ത രീതിയിൽ പറഞ്ഞാൽ മതി. ഒന്നും പറയാനില്ല, സ്പോയിലർ എല്ലാം സ്പോയിലർ. ഇപ്പൊ പറഞ്ഞ ഈ ഇൻഫർമേഷൻ ഒക്കെ തന്നെ എനിക്കും പറയാൻ ഒരുപാട് സന്തോഷം. ഈ സിനിമയ്ക്ക് പുറകിൽ അത്യാവശ്യം എഫേർട്ട് പോയിട്ടുണ്ട്, സത്യം പറയാലോ. കാരണം അതൊരു ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ എന്നൊക്കെ പറയുന്ന കാര്യത്തിനേക്കാൾ ഉപരി, ഇപ്പം എനിക്കറിയില്ല, നിങ്ങൾ കാണുമ്പോൾ സിനിമയിൽ ക്യാരക്ടറിന് കുറച്ച് മൊബിലിറ്റി ആവശ്യമുണ്ട്, മെയ്വഴക്കം ആവശ്യമുണ്ട്. ഇതിനേക്കാളൊക്കെ ഉപരി ഇത് ഇച്ചിരി കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പം എന്നെ കൊണ്ട് പറ്റുന്നതിന് പരമാവധി ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി എത്രമാത്രം വർക്കായി എന്നൊക്കെയുള്ള നിങ്ങളാണ് പറയേണ്ടത്. പക്ഷെ കിഷാദിന്റെ വിഷനിലുള്ള ക്യാരക്ടറിന് മാക്സിമം ജസ്റ്റിസ് ചെയ്ത് കൊണ്ടുവരണം എന്നുള്ളൊരു ആഗ്രഹം ആത്മാർത്ഥമായിട്ടുണ്ട്. എന്നോട് പറ്റുന്നത്ര. ഈ 2046 നമ്മൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്താ തോന്നുന്നത്? ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ? അല്ല, നേരത്തെ അറിയാൻ പറ്റിയല്ലോ. ഇതിന്റെ സ്ക്രിപ്റ്റ് എത്ര തവണ കിഷാൻ കൺവിൻസ് ചെയ്ത് പറയാൻ വേണ്ടിട്ട് ചിലപ്പോ കണക്ട് ആവാൻ ഒറ്റണി ഭയങ്കര പറഞ്ഞപ്പോ തന്നെ ഞാൻ ഓക്കെ. ഇങ്ങനെ ഒരു ഐഡിയ, ഇങ്ങനെ ഒരാളുടെ ബ്രെയിനിലോട്ട് ഇങ്ങനെ ഒരു തോട്ട് വന്നേന്നുള്ള ഷോക്കും, ഇങ്ങനെ ഒരു തോട്ട് വന്നല്ലോ എന്നിട്ട് നമ്മളെ അടുത്ത് വന്നല്ലോ എന്നുള്ള സന്തോഷം, ഇതായിരുന്നു ആദ്യ കഥയായിട്ട്. ഈ ഐറ്റം ഡാൻസിനൊക്കെ ഭയങ്കര രീതിയിൽ വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിൽ നേരിട്ട ഒരു വ്യക്തിയാണ്. അത് ഈ സിനിമയോട് കൂട്ടിയിട്ട് എന്തിനായിരുന്നു ചിന്താഗതി പബ്ലിക്കിന്റെ ഇടയിലേക്ക് മാറും തോന്നുന്നുണ്ടോ? മാറിയോ? കണ്ടവർക്ക് മാറും, ഇനി കാണാൻ പോകുന്നവർക്ക് മാറട്ടെ. താങ്ക് യു സോ മച്ച്.